Hi my dears, welcome to ACS Online class. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? ഹാഫ്സ് ആൻഡ് ക്വാർട്ടേഴ്സ് ആണ് അല്ലേ? ഹാഫ്സ് ആൻഡ് ക്വാർട്ടേഴ്സ് എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായ ചാപ്റ്റർ ഒക്കെ? ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. നമുക്കിനി പഠിച്ചതിന്റെ ബാക്കി ഭാഗത്തോട്ട് പോകാം. പേജ് നമ്പർ 101. എടുത്ത എല്ലാവരും പേജ് നമ്പർ 101. ഓക്കെ, ഇനി അതിലെ സി ക്വസ്റ്റ്യൻ കട്ട് ഇൻ ഹാഫ് അല്ലേ? കട്ട് ഇൻ ഹാഫ്. ഡ്രോ എ ലൈൻ വിച്ച് ഡിവൈഡ്സ് ദീസ് ഷേപ്സ് ഇൻടു ഹാഫ്. അതായത് 3 ഫിഗേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ബേർഡ് ഉണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്, ഒരു പംകിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഫിഗേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ആ ലൈൻ വരയ്ക്കുമ്പോൾ എന്തായിരിക്കണം? പകുതി ആയി മുറിക്കാൻ പറ്റുന്ന ആ 3 ഫിഗേഴ്സിനെയും പകുതി ആക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഫിഗേഴ്സിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ലൈൻ വരച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ആ ഒരു ബേർഡിനെ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ ലൈൻ വരച്ചു കൊടുത്താൽ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ സാധിക്കും? ആ ബേർഡിന്റെ ചുണ്ടിന്റെ അവിടെ നിന്ന് ആ വാലിന്റെ നടുക്ക് ഭാഗത്തോട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുത്താൽ അതിനെ ഈക്വൽ ഹാഫ്സ് ആക്കാൻ സാധിക്കും അല്ലെ? ഇനി അടുത്ത ഒരു സ്റ്റാറിനെയോ? സ്റ്റാർ നമുക്ക് എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇങ്ങനെ എന്താണ് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യാം, ഇപ്പോഴത്തെ ക്രോസ് ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെ സെൻട്രലിലൂടെ ഒരു നടുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ കട്ട് ചെയ്താൽ ഇതിനെ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ സാധിക്കും. ഇനി 3 ഒരു പംകിൻ എങ്ങനെ കട്ട് ചെയ്യാം? കറക്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ നടുക്കെന്ന് കൊടുത്താൽ നമുക്ക് ഈക്വൽ 2 ഹാഫ്സ് ആക്കാൻ സാധിക്കും. ഈ 3 ഫിഗർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള ലൈൻ മിസ് ഈ വീഡിയോയുടെ കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക കേട്ടോ. ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് ഡി ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 102. കളർ half the number of shapes as shown here. ഡി എന്ന് കാണുന്ന ആ ക്വസ്റ്റ്യൻസ് താഴത്തോട്ട് 3 ബോക്സ് ഉണ്ട് കേട്ടോ. 3 ബോക്സ് ഉണ്ട്. ആ 3 ബോക്സിനകത്ത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ബോക്സിനകത്ത് കുറച്ച് റെക്ടാങ്കുലർ ബ്ലോക്സ് പോലെ നമ്മുടെ ബ്രിക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബോക്സിൽ കുറച്ച് റൗണ്ട് ആണ്. തേർഡ് ബോക്സിൽ കുറച്ച് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാനാ പറയുന്നത്? കളർ ഹാഫ് ദ നമ്പർ ഓഫ് ഷേപ്സ് ആസ് ഷോൺ ഹിയർ. ഓരോ ബോക്സിലും ആ ബോക്സിലുള്ള എത്ര പടങ്ങളുണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പകുതി പടങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക, കളർ ചെയ്ത് കൊടുക്കാം എന്നാണ്. ഫസ്റ്റ് കണ്ടോ, ഫസ്റ്റ് ബോക്സിൽ എത്ര ബ്രിക്സ് ഉണ്ട്? ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 ബോക്സ് 8 ബ്രിക്സ് ഉണ്ട് അല്ലെ? 8 ബ്രിക്സ് ഉണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? 1 2 3 4 അല്ലെ? 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. അതായത് എന്താണ്? പകുതി 8 എന്ന നമ്പറിന്റെ പകുതിയാണ് 4 അല്ലെ? അതായത് ടോട്ടൽ 8 ഉണ്ടായിരുന്നു. ആ 8നെ എന്ത് ചെയ്തു? 8 ബ്രിക്സ് ഉണ്ടായിരുന്നതിൽ പകുതി എണ്ണത്തിന് മാത്രം ഇഷ്ടമുള്ള കളർ കൊടുത്തു അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴത്ത് നോക്കിയേ. എത്ര സർക്കിൾസ് ഉണ്ട്, എത്ര റൗണ്ട് ഫിഗേഴ്സ് ഉണ്ട് രണ്ടാമത്തെ ബോക്സിൽ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 നമ്പർ എന്തുണ്ട്? റൗണ്ട്, കുഞ്ഞു കുഞ്ഞു റൗണ്ട് സർക്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ പകുതി നമ്പറിന് ഇഷ്ടമുള്ള ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, പകുതി നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 18 into 1/2. 18 into 1 എന്താണ്? 18 തന്നെയാണ്. മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 18 into 1 18 തന്നെയാണ്. ആ 18 ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്കുക. 18 ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്കുകയാണ്. ഏത് നമ്പറിനെ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 എന്ന ആൻസർ കിട്ടുന്നത്? 7 2s 14 ആണ്. 8 2s 16 ആണ്. 9 2s എന്താണ്? ടേബിൾസ് ഓർത്ത് നോക്കുക. 9 2s 18 അല്ലേ? അപ്പോൾ 9 എന്ന നമ്പർ വേണം ഇവിടെ നമ്മുടെ കോഷ്യന്റ് ആയിട്ട് വരാൻ അല്ലേ? 9 into 2 18 ആണ് അല്ലെ? 18 minus 18 0. കേട്ടോ, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യാൻ മിസ് കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാണ്. അത് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. 18 എന്ന നമ്പറിന്റെ പകുതിയാണ് 9 അല്ലെ? അപ്പോൾ
ഇഷ്ടമുള്ള 9 റൗണ്ടുകൾക്ക് നിങ്ങൾക്ക് കളർ കൊടുക്കാം, ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ സ്കെച്ച് പെൻ യൂസ് ചെയ്യരുത്. സ്കെച്ച് പെൻ യൂസ് ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വൃത്തികേടാവും. അതുകൊണ്ട് ക്രയോൺസോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഉപയോഗിച്ച് വേണം ഇതിനകത്ത് കളർ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ സൈഡിൽ എഴുതിയിടുക ടോട്ടൽ നമ്പർ 18. ടോട്ടൽ നമ്പർ ഈക്വൽ ടു 18 എന്ന് ഇടുക. therefore ഹാഫ് എന്താണ് നമ്പർ ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതുക. ഓക്കെ, ആ 9 എങ്ങനെ കിട്ടി? 18 into 1/2 is equal to 9 എന്നും അവിടെ സൈഡിൽ എഴുതിയിട്ടേക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്ത നോക്കി, അടുത്ത ബോക്സിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ 10 ഫ്ലവേഴ്സ് ഉണ്ട്. അതിനെ പകുതി കളർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് 10 into 1/2. 10 into 1/2 എങ്ങനെയാണ്? 10 into 1 10 തന്നെയാണ്. ആ 10 ഡിവൈഡ് ബൈ 2. 10നെ ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്കി. 5 2s are 10 അല്ലേ? 5 2s are 10 ആണ്. ഉത്തരം എന്ത് കിട്ടി? 5. ഇഷ്ടമുള്ള 5 ഫ്ലവേഴ്സിന് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ നമ്പർ ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതുക. ഹാഫ് നമ്പർ ഇസ് ഈക്വൽ ടു 10 into 1/2 ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതുക. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ എഴുതിയാൽ മതി. ടോട്ടൽ നമ്പർ ഇസ് ഈക്വൽ ടു 10 ആണ്. ആ ഫ്ലവറിന്റെ അവിടെ, ആ ബോക്സിന്റെ അവിടെ total number is equal to 10. therefore half number is equal to 10 into 1/2, that is equal to 5 എന്ന് എഴുതുക. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യന്റെ 3 ബോക്സിലെ ഫിഗേഴ്സ് കണ്ടോ താഴത്തോട്ട്? കളർ 1/4 ഓഫ് ദീസ് ഷേപ്സ്. അവിടെ 3 ബോക്സുകളിലായിട്ട് 3 ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. അത് 1/4 എണ്ണത്തിന് കളർ കൊടുക്കാൻ. അപ്പൊ എണ്ണ എത്രയാന്ന് പറഞ്ഞിട്ടില്ല, പകരം എന്താണ് ഫ്രാക്ഷൻ അല്ലെ? 1/4 എന്നൊരു ഫ്രാക്ഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാർട്ടർ അല്ലെ, 1/4. ഇത് ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്. 1/4 എന്ന് പറഞ്ഞാൽ ഹാഫിന്റെയും പകുതി എന്ന് നമ്മൾ പഠിച്ചു. കേക്ക് കട്ട് ചെയ്ത ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പോ ഹാഫിന്റെയും പകുതി, അതായത് 1/4% ഉള്ള അതിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ബോക്സ് നോക്കി. ഫസ്റ്റ് ബോക്സിൽ എത്ര ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4. ടോട്ടൽ 4 ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ എന്താണ്? ഇസ് ഈക്വൽ ടു 4. therefore 1/4 നമ്പർ ഇസ് ഈക്വൽ ടു കാൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 into 1/4 എന്ന് വെച്ചാൽ എന്താണ്? 4 into 1/4 ആണ്. 4 into 1/4 ചെയ്ത് നോക്കാം. 4 into 1 എന്താണ്? 4 തന്നെയാണ്. 4 divided by 4 എന്താണ്? 4 divided by 4 ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? 1 into 4 അല്ലേ 4. അപ്പൊ 4 divided by 4 ചെയ്താൽ 1 തന്നെ ആൻസർ കിട്ടും. ഉത്തരം എന്താണ്? 1. അപ്പൊ ആ ബോക്സിലെ ആ ഒരൊറ്റ ഇഷ്ടമുള്ള ഒരൊറ്റ ഫിഗറിൽ മാത്രം കളർ ചെയ്താൽ മതി അല്ലെ? കാരണം എന്താണ്? 4 into 1/4 ആൻസർ 1 തന്നെയാണ് അല്ലെ? അപ്പോ ഫസ്റ്റ് ഫിഗറിലെ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 എണ്ണത്തിന്റെ 1/4 എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു 4 ആണ്. അത് കഴിഞ്ഞ് 1/4 നമ്പർ ഈസ് ഈക്വൽ ടു 4 into 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ബോക്സ് നോക്കിക്കേ. കുറച്ച് ഇലകൾ പോലെ അല്ലെ? ലീഫിന്റെ ഷേപ്പ് ആണ്. എത്ര ലീവ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ ടോട്ടൽ നമ്പർ സൈഡിൽ എഴുതുക. ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്? 8. ഈ 8ന്റെ 1/4 എണ്ണത്തിന്റെ കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 of 8 is equal to 1/4 of 8 is equal to എന്താണ്? 8 into 1/4 ചെയ്ത് നോക്കുക. 8 into 1/4 ചെയ്ത് 8 into 1 ആൻസർ എന്താണ്? 8 ആണ്. ആ 8 divided by 4. 8 divided by 4. 4 2s are 8 അല്ലേ? അപ്പൊ 2 മുകളിൽ വേണം. 4 2s are 8 ആണ്. equals 0. ഉത്തരം എന്താണ്? 2 അല്ലേ? ഉത്തരം 2 ആണ്. ഓക്കെ, അപ്പോ ഇഷ്ടമുള്ള 2 ലീവ്സിന് മാത്രം കളർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ബോക്സ് നോക്കിയേ. 4 എന്താണ്? ബ്ലോക്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ എന്താണ്? is equal to 4.
1/4 ഓഫ് 4 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 1/4 ഓഫ് 4 എന്താണ്? 4 into 1/4 അല്ലേ? 4 into 1/4 എന്താണ്? നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ആ ഒരു മിന്നൽ പോലുള്ള ഫിഗർ ചെയ്യുന്നതാണ് അല്ലേ? ഇത് ചെയ്യുന്നതാണ്. 4 into 1/4, 4 into 1 4 തന്നെയാണ്. 4/4 ആൻസർ എന്താണ്? 1 ആണ്. അപ്പോൾ ഒരൊറ്റ ബ്ലോക്കിന് മാത്രം കളർ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്പർ എന്താണ് പകുതി കണ്ടുപിടി, ഒരു നമ്പറിന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ ആ നമ്പർ ഇൻറ്റു 1/2 ചെയ്യുക. ഒരു നമ്പറിന്റെ 1/4 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ നമ്പർ ഇൻറ്റു 1/4 ചെയ്യുക. പക്ഷെ ഒരു കാര്യം, മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം, എന്നാലേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എഫ്. മാച്ച് ദ കളേർഡ് പാർട്ട് ആസ് ഷോൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കിയേ, അതിൽ ആ ഒരു ഫിഗറിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിവൈഡ് ചെയ്തതിൽ 2 കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ? 2 മാത്രമേ കളർ ഉള്ളൂ. അപ്പോ ഫ്രാക്ഷൻ എന്തെഴുതാം? ആ ഫിഗറിന് 4 ഡിവൈഡ് ചെയ്തു. അപ്പൊ താഴെ എന്ത് വരണം? 4 വരണം. അതിൽ 2 ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകളിൽ എന്ത് വരണം? 2 വരണം അല്ലെ? 2/4. 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/4 നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലെ? 1/2 എന്ന് എഴുതാം. കാരണം എന്താണ്? 2ന്റെ ഇരട്ടിയാണ് 4 അല്ലെ? അതുപോലെ തന്നെ 1ന്റെ ഇരട്ടിയാണ് 2. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ നോക്കി, ആ ഒരു ഫിഗറിന് 4 ഡിവൈഡ് ചെയ്തെങ്കിൽ 2 ഭാഗം എന്താണ്? കളർ ചെയ്ത് കൊടുത്തു. അതായത് ആ ഫിഗറിന്റെ മൊത്തത്തിൽ പകുതിയോളം ഭാഗം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഹാഫ് ആണ് അല്ലെ? ഹാഫ് ആണ്. അതുകൊണ്ട് എന്താണ്? ഹാഫിന് നേരെ നടുക്ക് ഹാഫ് എന്ന് എഴുതിയേക്കുന്ന നേരെ അവര് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫ്രാക്ഷൻ്റെ അവിടെ 1/2 മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. ഒരു ബോക്സ് എന്താണ്? ഒരു ഭാഗം മാത്രമേ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതായത് താഴെ 4 ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗത്തിന് മാത്രം കളർ ചെയ്തു. അപ്പൊ ഫ്രാക്ഷൻ എന്താണ്? 1/4 അല്ലെ? ഒരു ബോക്സിനെ 4 ഡിവൈഡ് ചെയ്തു. അപ്പൊ താഴെ വരുന്നത് ഡിനോമിനേറ്റർ 4 ആണ്. ഒരെണ്ണം മാത്രം കളർ ചെയ്തു. അപ്പൊ ന്യൂമറേറ്റർ വരുന്നത് 1 ആണ്. 1/4 ആണ് ഫ്രാക്ഷൻ. ആ 1/4 എന്തെന്ന് പറയാം? ക്വാർട്ടർ എന്ന് പറയാം. QUARTER എന്ന് പറയാം. അപ്പൊ സെക്കൻഡ് ഫിഗറിനെ ക്വാർട്ടർ എന്ന എഴുതിയിരിക്കുന്ന ആ ഒരു ബോക്സിലോട്ട് കണക്ട് ചെയ്യുക. അവിടെ നിന്ന് ആ ക്വാർട്ടർ എഴുതിയിരിക്കുന്ന ബോക്സിനെ 1/4 എന്ന നമ്പറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് തേർഡ് ഫിഗർ നോക്കിയേ. ഒരു ബോക്സിന്റെ എല്ലാ ഭാഗവും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഡിവൈഡ് ചെയ്തു. പക്ഷെ 4 ഭാഗവും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4/4 എന്താണ്? 4/4 ചെയ്യുന്ന നോക്കിയാൽ ആൻസർ എന്ത് കിട്ടും? 1 into 4 അല്ലേ? 4. ആൻസർ എന്താണ്? 1 ആണ്. 1 എന്ന് വെച്ചാൽ മൊത്തവും ഉണ്ട്. അതായത് ഹോൾ, WHOLE, ഹോൾ. കണ്ടോ? ഹോൾ, മൊത്തം. ഹോളിന്റെ അർത്ഥം മൊത്തം. അപ്പൊ മൂന്നാമത്തെ ഫിഗറിനെ ഹോൾ എന്ന് എഴുതിയിരിക്കുന്നത് ഏറ്റവും താഴത്തെ ആ ഒരു ബോക്സിലോട്ട് കണക്ട് ചെയ്യുക. ആ ഹോളിനെ എന്താണ്? 4/4 എന്ന ഫ്രാക്ഷനിലോട്ട് കണക്ട് ചെയ്യുക. 4/4 എന്ന് എഴുതിയാൽ 1 തന്നെയാണ് കേട്ടോ. സൈഡിൽ തന്നെ എഴുതിക്കോ. 4/4 = 1 എന്ന് അവിടെ എഴുതിക്കോളൂ. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ബോക്സ്. ആ ബോക്സിനെ എന്താണ്? 4 ഡിവൈഡ് ചെയ്തു. അതിൽ 3 ഭാഗം കളർ ചെയ്തിരിക്കുകയാണ് അല്ലെ? 4 ഡിവൈഡ് ചെയ്തു. അതിൽ 3 ഭാഗം കളർ ചെയ്തു. അപ്പൊ ഫ്രാക്ഷൻ എന്താണ്? 3/4. 3/4 എന്തെന്ന് പറയാം? 3/4 എന്ന് പറയാം. 3/4 എന്ന് പറയാം, അല്ലെങ്കിൽ 3/4 എന്ന് പറയാം. 1/4 ക്വാർട്ടർ അല്ലേ? അപ്പൊ മുകളിൽ 3 വന്നാലോ 3/4 എന്ന് പറയാം. മുക്കാൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പകുതിയും കഴിഞ്ഞു. പകുതിയുടെ കൂടെ 1/4% കൂടെ ആഡ് ചെയ്തതാണ് അല്ലെ? പകുതിയും കഴിഞ്ഞു. ആ പകുതിയുടെ കൂടെ 1/4% കൂടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ 3/4 3/4 ആണ്. ആ ഏറ്റവും ലാസ്റ്റ് ഫിഗറിനെ 3/4 എന്ന ആ മൂന്നാമത്തെ ബോക്സിലോട്ട് കണക്ട് ചെയ്യുക. ആ മൂന്നാമത്തെ 3/4 എന്ന് എഴുതിയിരിക്കുന്ന ആ ബോക്സിനെ 3/4 എന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Make the other half. 1/2 of the picture is drawn here. Can you complete the picture by drawing the other half? കണ്ടോ? ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്?
പകുതിയോളം ഒരു പടത്തിന് പകുതിയോളം വരച്ചു തന്നിട്ടുണ്ട്. ബാക്കി പകുതി നിങ്ങൾ വരച്ചു കൊടുക്കാമോ എന്നാണ് പറയുന്നത്. അതായത് ആ പടത്തിന് മിറർ ഹാഫ് വരച്ചു കൊടുക്കുക കേട്ടോ. ബാക്കി പകുതി വരച്ചു കൊടുക്കുക. ആ പകുതിയിൽ എന്തെല്ലാം ഉണ്ടോ, തന്നിരിക്കുന്ന പകുതിയിൽ എന്തെല്ലാം ഉണ്ടോ അപ്പോ അതെല്ലാം ഇത് നിങ്ങൾ വരയ്ക്കുന്ന പകുതിയിലും വരച്ചു കൊടുക്കുക. ഒരു പടത്തിൽ ഒരു പൂവിന്റെ ഒരു സൈഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഇത്രയുമേ ഉള്ളൂ. ആണോ, ഇത്രയും ഒരു പൂവിന്റെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ വരണം. അതായത് ഒരു സർക്കിളിന്റെ പകുതി, ആ സർക്കിൾ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഭാഗം ബാക്കി ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് അതിന് മിറർ ഹാഫ് വരച്ചു കൊടുക്കുക കണ്ടോ. ഇനി ഇവിടെ കംപ്ലീറ്റ് ഒരു ഇതളുണ്ട്, അപ്പൊ ഒരു കംപ്ലീറ്റ് ഇതളും വരച്ചു കൊടുക്കുക കണ്ടോ. മിറർ ഹാഫ് വരച്ചു കൊടുത്തു. ഇനി ഒരു പൂമ്പാറ്റയുടെ കേസ് പറയാനാണെങ്കിൽ എന്താണ്, ഇത്രയും ഉണ്ടല്ലേ, ഇത്രയും ഉണ്ട്. ബാക്കി അപ്പൊ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. ബാക്കി ഇവിടെ വരച്ചു കൊടുക്കുക. ഇതിന്റെ അകത്തുള്ള ഷെയ്ഡിങ്സ് എല്ലാം അകത്തും ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു കൊമ്പുണ്ടല്ലേ, ആ കൊമ്പ് ഇപ്പുറത്തോട്ടും വരച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു ഉറുമ്പിന്റെ കേസാണ് അല്ലെ. ആണോ, ഇത്രയുമേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യണം, അതിലുള്ളതെല്ലാം മുകളിലോട്ട് വരച്ചു കൊടുക്കുക കണ്ടോ. ഒരു കണ്ണിന്റെ പകുതിയെല്ലാം അല്ലെ, മുകളിലും എന്തെല്ലാം ആ പകുതിയിലുണ്ടോ ആ പകുതി മുകളിലോട്ടും വരച്ചു കൊടുക്കുക. മിറർ ഹാഫ് വരച്ചു കൊടുക്കുക. നമ്മൾ 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്. ഇനി question, this is part of a picture. Okay, can you complete it? How many more quarters will you draw to complete? അതായത് ഒരു പടത്തിന്റെ ക്വാർട്ടർ ആണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1/4 ആണ് അല്ലെ. ക്വാർട്ടർ എന്ന് പറഞ്ഞു കേട്ടാൽ തന്നെ 1/4 ആണ്. അപ്പൊ ഒരു പടത്തിന്റെ 1/4 മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ക്വാർട്ടർ വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ എത്ര ഭാഗങ്ങൾ ഇത് കൂടി വരയ്ക്കേണ്ട വരും നിങ്ങൾക്ക്? 3 ഭാഗങ്ങൾ അല്ലെ. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 + 1/4 + 1/4 + 1/4 ആണ് എന്ത്, 1. ഇതൊരു കാല്, ഇതൊരു കാല്. അപ്പൊ കാലും അരയായി അല്ലെ. ഇവിടെയും മുക്കാലായി, ഇവിടെ ആ കാലോട് ചേർന്നപ്പോൾ മൊത്തം 1 ആയി അല്ലെ. അതായത് ഓൾറെഡി ഒരു 1/4 ഉണ്ട്. അപ്പൊ ഇനി 3 1/4 ചേർന്നാലേ ഒറ്റ ഒരു ഫിഗർ ആകുകയുള്ളൂ. 3 പ്രാവശ്യം 3 ഭാഗങ്ങൾ ബാക്കി വരച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. ആണോ, ഈ ഒരു ഭാഗം 1 ആയി, ഇത് 2ാമത്തെ ഭാഗം, ഇത് 3ാമത്തെ ഭാഗം. എന്തായിരുന്നു, സൺ ആണ്. അപ്പൊ ടോട്ടൽ ഇനി 3 1/4 + 3/4 ആണ് 1 അല്ലെ. എന്താണ് 1/4 ഓൾറെഡി ആ ഫിഗറിൽ സൂര്യന്റെ ഒരു 1/4 അവിടെ കൊടുത്തിട്ടുണ്ട്, ക്വാർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി 3 quarters ഒന്ന് കൊടുക്കണം. അതായത് 1 + 3 എന്താണ്, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 3 എന്താണ്, 4 ആണ്. ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, 4/4 = 1 കണ്ടോ. 2 ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഒരേ ഡിനോമിനേറ്റേഴ്സ് ആണോ എന്ന് ശ്രദ്ധിക്കുക കണ്ടോ. ഇവിടെ ഒരേ 1/4 /4 ഒന്ന് തന്നെ. അപ്പം ആൻസർ വരുന്നത് /4 ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 3 1 + 3 എന്താണ്, 4 ആണ്. 4/4 എന്ന് വെച്ചാൽ 1 ആണ് കണ്ടോ. അപ്പൊ ബാക്കി 3 ഭാഗം വരച്ചു കൊടുക്കുക. ആ ഡാഷിന്റെ അവിടെ 3 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസേ ഉള്ളൂ. എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ചെയ്ത് ഹോംവർക്ക് മിസ്സിനെ അയച്ചു തരിക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.